ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. വീട്ടിൽ ചോറ് ബാക്കി വരുന്നുണ്ടോ എങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസ് വട തയ്യാറാക്കിയാലോ. അപ്പോൾ ഇത് കാണാനും കഴിക്കാനും ഓൾമോസ്റ്റ് നമ്മുടെ ഉഴുന്നുവടയുടെ ടേസ്റ്റ് ആണ് വരുന്നത്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു വട തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ അതിനു വേണ്ടി ഒരു ബൗൾ ബാക്കി വന്ന ചോറോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ചോറോ എടുക്കാം. ഇനി ഇതൊരു മിക്സി ജാറിൽ കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി സ്മൂത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതുപോലെ. ഇനി ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് അരച്ചെടുത്ത ചോറ് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. കൂടെ 1/4 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായി കട്ട് ചെയ്തെടുത്ത സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കൂടെ വടയ്ക്ക് ആവശ്യമായ ഉപ്പും 1 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുന്ന ടൈമിൽ നമ്മുടെ മാവ് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ. അതിനുശേഷം കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി കുറേശ്ശെയായി മാവ് കയ്യിലെടുക്കുക. എന്നിട്ട് ചെറിയ ഉരുളകളായി പിടിച്ച് അതൊന്ന് ഉഴുന്നുവടയ്ക്ക് പരത്തുന്നത് പോലെ പരത്തി നടുവിൽ ചെറിയ ഓട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ച് മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ റൈസ് വട റെഡി. ഇത് ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നല്ല ചമ്മന്തിയോ സാമ്പാറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.